أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. أوكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ബഖറ അതിലെ 97 മുതൽ 101 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഇരുത്തവും അല്ലാഹുവിൻ്റെ വചനങ്ങളുടെ കേൾവിയും പഠനവും പാരായണവും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ വിശുദ്ധ ഖുർആനിൻ്റെ ശഫാഅത്തിന് അല്ലാഹു നമ്മളെ എല്ലാവരെയും അർഹരാക്കി തീർക്കുമാറാകട്ടെ. പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ബനൂ ഇസ്രായേലിയർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരുടെ ശത്രുവായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഈ ആയത്ത് അവതരിക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. മഹാനായ 2 അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ചു കൊണ്ടിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറയപ്പെടും. അഥവാ ഒരു സംഭവമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല വിവരിക്കുന്നു. യഹൂദികൾ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഈ സമയത്ത് അവര് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അത്രേ, ഇന്ന ജബ്രായീൽ അല്ലദീ യദ്കുറു സാഹിബുക്കും, ജിബ്രീൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്ന് കേൾക്കുന്നല്ലോ, നിങ്ങൾ വലിയ മഹത്വം കൽപ്പിക്കുന്ന ആളാണ് ജിബ്രീൽ എന്ന് കേൾക്കുന്നല്ലോ. എന്നാൽ അദുവ്വുൻ ലനാ, ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. യഹൂദികൾ പറയുകയാണ് ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. ഈ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലെത്തി യഹൂദികൾക്ക് ഇങ്ങനൊരു അഭിപ്രായമുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി. വലിയ സങ്കടത്തോടെയാണ് അദ്ദേഹം അറിയിച്ചത്. ജിബ്രീലിനെ ശത്രുവായി കാണുന്നു. ഉടനെ തന്നെ അല്ലാഹുവിൻ്റെ ആയത്തിറങ്ങി, من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين.
അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അതുപോലെ തന്നെ മീകായിലിനോട് മുർസലീങ്ങളോട് മലക്കുകളോട് ആര് ശത്രുത പുലർത്തുന്നുവോ അല്ലാഹു അവരുടെ ശത്രുവായിരിക്കും, അല്ലാഹു അവരുടെ ശത്രുവായിരിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിക്കാനുണ്ട് കാരണമാണ്. മറ്റൊരു കാരണം പറയപ്പെടുന്നത് നേരത്തെ പറയപ്പെട്ട ഇമാം ബുഖാരി അലൈഹി റഹ്മ സഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. യഹൂദികൾ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് 5 കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ 5 കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയുകയാണെങ്കിൽ, ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുകയും അങ്ങേ ഞങ്ങൾ പിന്തുടരുകയും ചെയ്യാം എന്ന് അവർ പറയുകയുണ്ടായി. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു പോയൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു സൂറത്തുൽ ബഖറയിൽ തന്നെയാണ് ചർച്ച ചെയ്തു പോയെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും അവസാനമായി 5-മതായി അവര് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, ജിബ്രീൽ ആരാണ്, ജിബ്രീലിനെ ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണമെന്ന് പറയുകയുണ്ടായി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ജിബ്രീൽ നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്കാണ്. എന്റെ അടുക്കലേക്ക് ജിബ്രീൽ വരാറുണ്ട്. ജിബ്രീലിനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ജിബ്രീൽ എന്നെയും പ്രിയപ്പെടുന്നു. ഉടനെ തന്നെ അവർ പറയുകയുണ്ടായി, ജിബ്രീൽ ദാഖല്ലദി യൻസിലു ബിൽ ഹർബി വൽ ഖിതാലി വൽ അദാബി അദുവന. ജിബ്രീൽ ശിക്ഷയുമായിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങുക, ശിക്ഷയുമായിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങുക. അതുകൊണ്ട് ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. നേരെ മറിച്ച് നിങ്ങൾ മീകായിലിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലത്തബഅന, താങ്കളെ ഞങ്ങൾ പിന്തുടരുമായിരുന്നു. ജിബ്രീലിനോട് ഞങ്ങൾക്ക് കടുത്ത ശത്രുതയുണ്ട്. ജിബ്രീൽ ശിക്ഷയുമായിട്ട് ഇറങ്ങുന്നയാളാണ്. അതുകൊണ്ട് ജിബ്രീലിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ദൂതന്മാർ പറയുകയുണ്ടായി. ഈ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറയുന്നു, ഖുൽ മൻ കാന അദുവൻ ലി ജിബ്രീല. ആരെങ്കിലും ജിബ്രീലിനോടാണ് ശത്രുത പുലർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കണം ആരാണ് ജിബ്രീൽ എന്ന്. ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇذനില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നബിയെ അങ്ങയുടെ മനസ്സിൽ പരിശുദ്ധമായ വേദഗ്രന്ഥം ഇറക്കിത്തന്നത്, വേദഗ്രന്ഥം ഇറക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് ഇറക്കി തന്നിട്ടുള്ളത്. ആ വേദഗ്രന്ഥമാകട്ടെ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുമ്പ് കഴിഞ്ഞുപോയ സർവ്വ വേദഗ്രന്ഥങ്ങളെയും അത് ശരിവെക്കുന്നു. ആ വേദഗ്രന്ഥത്തിന്റെ മറ്റൊരു പ്രത്യേകത ഹുദൻ, അതിനെ പിന്തുടരുന്നവർ നേർവഴിയിലെത്തും. അത് സന്മാർഗമാണ്, ഹുദയാണ്. ആരതിനെ സമീപിക്കുന്നുവോ, ആരതിനെ ജീവിത പദ്ധതിയായി അംഗീകരിക്കുന്നുവോ അവര് നേർവഴിയിലെത്തും. അത് ഹുദയാണ്. മൂന്നാമത്തതോ വബുശ്റാ ലിൽ മുഅ്മിനീൻ, അതിനെ അംഗീകരിക്കുകയും അതിനെ പിന്തുടരുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് സുവാർത്ത അറിയിക്കുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം കൂടിയാണ് ആ പരിശുദ്ധമായ ഗ്രന്ഥം. അതുകൊണ്ട് തീർത്തു പറയുന്നു, മൻ കാന അദുവൻ ലില്ലാഹി വ മലായികതിഹി വ റുസുലിഹി വ ജിബ്രീല വ മീകാല. ആര് അല്ലാഹുവിനോടും അവന്റെ മലക്കുകളോടും അവന്റെ പ്രവാചകന്മാരോടും ജിബ്രീലിനോടും മീകായിലിനോടും, മലക്കുകളെ മൊത്തത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു, പറയേണ്ടതിന് പകരം ജിബ്രീലിനെ ഇവിടെ എടുത്തു പറഞ്ഞു അലൈഹിസ്സലാം, മീകായിലിനെയും എടുത്തു പറഞ്ഞു അലൈഹിസ്സലാം. അങ്ങനെ ആരെങ്കിലും ശത്രുത പുലർത്തുന്നുവെങ്കിൽ തീർച്ചയായും ആ നിഷേധികളുടെ ശത്രു അല്ലാഹുവായിരിക്കും. അവരുടെ ശത്രു അല്ലാഹുവായിരിക്കും. അപ്പൊ അല്ലാഹുവിനോട്, അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട്, മലക്കുകളോട്, ജിബ്രീലിനോട്, മീകായിലിനോട് ആരെങ്കിലും ശത്രുത പുലർത്തുന്നുവെങ്കിൽ അവരുടെ ശത്രു അല്ലാഹുവായിരിക്കും എന്ന് അസന്നിഗ്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നുണ്ടായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയുകയാണ്, വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാതിൻ. ഓ നബിയേ, അങ്ങേക്ക് നാം വ്യക്തമായ
ദൃഷ്ടാന്തമാകുന്ന ആയാത്തുകളെ, വചനങ്ങളെ നാം താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ, ഏറ്റവും വലിയ അധർമ്മകാരികളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നവർ ഏറ്റവും വലിയ അധർമ്മകാരികളാണ്, കൊടും പാപികളായ ആളുകളാണ്. അവകുല്ലമാ അഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും, യഹൂദികളുടെ പാരമ്പര്യം എന്ന് പറയപ്പെടുന്നത് എപ്പോഴൊക്കെ അവരോട് കരാറുകൾ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരിൽ ഒരു വിഭാഗം കരാറുകളെ ലംഘിക്കുമായിരുന്നു എന്നല്ല, ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്ന ആളുകളായിരുന്നില്ല, വിശ്വാസികളായിരുന്നില്ല, അധികവും വിശ്വാസികളായിരുന്നില്ല. എപ്പോഴൊക്കെ നമ്മൾ അവരോട് കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ കരാറുകളെ അവർ ലംഘിച്ചുകൊണ്ടേയിരുന്നു. വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ദൂതന്മാരെ അവരടുക്കലേക്ക് നിയോഗിക്കുമ്പോഴെല്ലാം മുസദ്ദിഖുൽ ലിമാ മഅഹും, ഏത് തരത്തിൽ അവരോടൊപ്പമുള്ളതിനെ, അവരുടെ ഒപ്പമുള്ള വേദഗ്രന്ഥത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് അത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ദൂതന്മാരെ നിയോഗിക്കുമ്പോഴെല്ലാം നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ഇവർ തന്നെ അതിനെ തള്ളിക്കളയുമായിരുന്നു, ചിലർ അതിനെ വിട്ടുകളയുമായിരുന്നു, ഉപേക്ഷിക്കുമായിരുന്നു, ഏറ്റെടുക്കാൻ തയ്യാറാകുമായിരുന്നില്ല. കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം, മാത്രമല്ല അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥത്തെ അവർ പിൻഭാഗത്തിലേക്ക് അവർ മാറ്റിവെക്കുകയും ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തിനെ അവർ അംഗീകരിക്കുമായിരുന്നില്ല എന്നർത്ഥം. കഅന്നഹും ലാ യഅലമൂൻ, ഒന്നും അറിയാത്തവരെ പോലെ അവർ പെരുമാറുമായിരുന്നു. കയ്യിൽ വേദഗ്രന്ഥമുണ്ട്, പക്ഷേ അജ്ഞതയോടെ അവർ ജീവിക്കുന്ന സാഹചര്യമായിരുന്നു അവരിലുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ ആയത്തുകളിലൂടെ നമുക്ക് കിട്ടിയ സന്ദേശം എന്താണ്? നമ്മുടെ മുന്നിലുള്ള പരിശുദ്ധമായ ഖുർആൻ, വ്യക്തമായ ദൃഷ്ടാന്തവും തെളിവുമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ, അത് ഒന്നാമത്തത് ഹുദയാണ്, സമീപിക്കുന്നവർ നേർമാർഗത്തിലെത്തും. അത് സന്മാർഗ ദീപമാണ്, സന്മാർഗത്തിന്റെ വെളിച്ചമാണ്, സന്മാർഗത്തിന്റെ വെളിച്ചമാണ്. രണ്ടാമത്തതോ അതിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് വേദനിക്കുകയോ വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിന് വലിയ സന്തോഷമായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുൻഗാമികളായ ജൂതന്മാര് വേദഗ്രന്ഥത്തെ തള്ളിക്കളഞ്ഞതുപോലെ ആകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിവിന്റെ പരമാവധി ഖുർആനിനെ സമീപിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. أو كلما
عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.